വിപിൻ, ഇത് നേരത്തെ പ്ലാൻ ചെയ്യാത്ത അല്ലെങ്കിൽ പെട്ടെന്ന് എടുത്ത തീരുമാനത്തിൽ വന്നൊരു പ്രതിഷേധമാണോ? അതുകൊണ്ട് തന്നെ ഇപ്പോൾ അവിടെ നമ്മൾ നേരത്തെ കണ്ടതാണ് ആംബുലൻസ് അടക്കമുള്ള വാഹനങ്ങൾ അവിടെ പോകാൻ ബുദ്ധിമുട്ടുന്നുണ്ട്. അപ്പോൾ ജനങ്ങൾ എങ്ങനെയാണ് ഇതിനോട് പ്രതികരിക്കുന്നത്? ഓട്ടോ ഡ്രൈവേഴ്സ് എന്ത് പറയുന്നു? അതായത് ഈ ബസ് സർവീസുകൾ ഒരു കാരണവശാലും അനുവദിക്കില്ല എന്ന് പറയുന്നു. ഒപ്പം തന്നെ മറ്റ് നിയമ നടപടികൾ ആ കേസുമായി മുന്നോട്ട് പോകുന്ന കാര്യത്തെക്കുറിച്ചൊക്കെ അവർ പറയുന്നുണ്ടോ, ചിന്തിക്കുന്നുണ്ടോ? ഇത് പെട്ടെന്നുള്ള ഒരു പ്രതിഷേധം തന്നെയാണ്. ഇന്നിപ്പോൾ ഈ 2 മണിക്ക് ഇവർ പെട്ടെന്ന് വരികയും ഈ ഒരു പ്രതിഷേധത്തിലേക്ക് കടക്കുകയുമായിരുന്നു. ഒരു ബസ്സും അങ്ങോട്ടും 2 വശത്തേക്കും, അതായത് തിരൂർ ഭാഗത്തേക്കും മലപ്പുറം ഭാഗത്തേക്കും കടത്തിവിടില്ല എന്നുള്ളത് തന്നെയാണ് ഇവർ പ്രധാനമായും പറയുന്നത്. ഇപ്പോൾ ഇവിടുത്തെ ആളുകൾ പ്രതിഷേധത്തിൽ അപ്പോൾ എന്തായാലും ഇതിന് നല്ല ശക്തമായ പ്രതിഷേധമല്ല, ആരും ബസ് ഓടണ്ട എന്നുള്ളതാണ്. ഇത് തീരുമാനം കണ്ടിട്ട് ഓടിക്കോളി. ആ ബസ്സൊന്നും പോകാനേക്കരുത്, ആരും അനുവദിക്കൂല. സർക്കാർ ബസ് വേണമെങ്കിൽ ഓടിക്കോട്ടെ, അല്ല സ്വകാര്യ ബസ്സുകളാണിത് ചെയ്തത്. അതുകൊണ്ട് സ്വകാര്യ ബസ്സുകൾ ഓടണ്ട, അതന്നെ. അത് എന്തായാലും ഓടാനേക്കൂല. ഇല്ലല്ല, ഇത് ഒരു ഡ്രൈവർ ആദ്യമായിട്ടാണ് അടിച്ചു കൊല്ലണത്. ഇതുവരെ അങ്ങോട്ടായിട്ടില്ല, ആദ്യമായിട്ടുള്ള സംഭവമാണ്. ബസ്സുകാർ ഒരു കാരണങ്ങൾ ഒന്നിൽ പറഞ്ഞ് സോൾവ് ആക്കുന്ന സംഭവമേ ഉള്ളൂ. നിങ്ങൾ സോൾവ് ആക്കാണ്ട് ഒരു ജാക്കി ലീവർ എടുത്ത് തലക്കടിക്കാന്ന് പറഞ്ഞാൽ എന്താ? ഒരു ഓട്ടോ ഡ്രൈവർമാരോടുള്ള എന്തോ ഒരു ഈഗോ, അതാണ് ഇവരെ തലയിലുള്ളത്. ആ ഒരു പക പോക്കിയതാണ് ഇവര്. അതാണ് ബസ്സുകാർക്ക് മെയിൻ പരിപാടി. ഇതാണ് സ്കൂൾ കുട്ടികൾ ഈ ബസ് സ്റ്റോപ്പിൽ നിന്ന് കയറ്റൂല ഇവര്, കുറെ ഇവിടെ കൊണ്ടുവന്ന് നിർത്തുക. കാരണം എന്താ? കാരണം കുട്ടികളെ കയറ്റാനുള്ള ഒരു ബുദ്ധിമുട്ടൊക്കെ. എല്ലാവരും യാത്രക്കാരാണ്, നമ്മൾ ഓട്ടോക്കാരൻ ചിലപ്പോൾ മലപ്പുറത്ത് കൊണ്ടാക്കി കൊടുക്കല്. പ്രജിൻ, ഓട്ടോറിക്ഷ ഡ്രൈവർമാരോടുള്ള ഒരു വിരോധം കാരണമാണ് ഈ ബസ് ജീവനക്കാർ ഇത്തരത്തിൽ പെരുമാറുന്നത് എന്നുള്ളതും പല ഭാഗങ്ങളിൽ നിന്നും ഓട്ടോറിക്ഷയിൽ ആള് കയറുമ്പോൾ അങ്ങനെ ബസ് തടഞ്ഞ് ഇവരെ മർദ്ദിക്കുകയും ചെയ്യുകയാണ്. അതുകൊണ്ട് തന്നെ ഈ അക്രമത്തിനൊരു അയവ് വരണം എന്നുള്ള ആവശ്യം, ഇതിലൊരു തക്കതായിട്ടുള്ള നടപടിയെടുക്കണം എന്നുള്ള ആവശ്യമാണ് ഇവർ ഉന്നയിക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് ഈ പ്രധാന പാതയിൽ ഇപ്പോൾ ബസ്സുകൾ തടഞ്ഞുകൊണ്ടുള്ള ഒരു പ്രതിഷേധത്തിലേക്ക് കടന്നിരിക്കുന്നത്. നമുക്ക് ഈ ദൃശ്യങ്ങളിലൊക്കെ കാണുന്നത് പോലെ തന്നെ 2 സൈഡുകളിലും വാഹനങ്ങൾ നിൽക്കുന്നത് കാണാം. ബസ്സുകളൊക്കെ തന്നെ സൈഡിലേക്ക് ഒതുക്കിയിട്ടിരിക്കുകയാണ്. അതിലൊക്കെ തന്നെ യാത്രക്കാരുമുണ്ട്. വാഹനങ്ങൾ പോകേണ്ടതില്ല എന്നുള്ളതാണ് നിലവിലെടുത്തിരിക്കുന്ന ഒരു തീരുമാനമുള്ളത്. ഇപ്പോൾ ഇവിടേക്ക് പോലീസ് ഇതുവരെയും എത്തിയിട്ടില്ല എന്നുള്ളതും എടുത്തു പറയേണ്ട ഒരു കാര്യമാണ്. അബ്ദുൽ ലത്തീഫിന്റെ, ഈ മരണപ്പെട്ട അബ്ദുൽ ലത്തീഫിന്റെ ഇൻക്വസ്റ്റ് നടപടികൾ മലപ്പുറത്തെ താലൂക്ക് ആശുപത്രിയിൽ പുരോഗമിക്കുന്നതേ ഉള്ളൂ. ആ സമയത്ത് തന്നെയാണ് ഇപ്പോൾ അതൊരു പ്രതിഷേധത്തിന്റെ സ്വഭാവത്തിലേക്ക് കടന്നിരിക്കുന്നത്. ഒപ്പം തന്നെ അതിനുശേഷം ഈ അപകടമുണ്ടാക്കിയതിൽ 3 പേരാണ് ഇപ്പോൾ നിലവിൽ കസ്റ്റഡിയിലായിരിക്കുന്നത്. അവരുടെ അറസ്റ്റ് രേഖപ്പെടുത്തുമെന്നുള്ളതാണ് അറിയുന്നത്. PTB ബസ്സാണ് ഇന്ന് രാവിലെ സവാരി എടുത്തതിന്റെ പേരിൽ ഓട്ടോറിക്ഷയ്ക്ക് കുറുകെ ബസ് നിർത്തുകയും അതിൽ നിന്ന് ഇറങ്ങി വന്ന് മർദ്ദിക്കുകയും ചെയ്തത്. ഇപ്പോഴും ആ പ്രതിഷേധം അതുപോലെ തന്നെ മലപ്പുറത്തെ ഒതുക്കുങ്ങൽ എന്ന പ്രദേശത്ത് നടക്കുകയാണ്. അബ്ദുൽ ലത്തീഫിന്റെ മരണവുമായി ബന്ധപ്പെട്ട് കടുത്ത പ്രതിഷേധത്തിലേക്കാണ് ഓട്ടോറിക്ഷ ഡ്രൈവർമാർ നിലവിൽ കടന്നിരിക്കുന്നത്. പ്രജിൻ, വിപിൻ, ഈ പ്രതിഷേധത്തിനിടയാക്കിയ സംഭവം ഒരുപക്ഷെ വൈബന്ധ പ്രേക്ഷകർക്ക് കൂടി മനസ്സിലാവുന്ന രീതിയിൽ പറയാമോ? എന്താണ് യഥാർത്ഥത്തിൽ ഈ മർദ്ദനത്തിലേക്ക് നയിച്ച കാര്യം എന്താണ്? ഒപ്പം തന്നെ ഈ ജാക്കി ലീവറുടെ അടുത്ത് തലയ്ക്കടിച്ചു എന്നാണ് ഇപ്പോൾ ആ ഓട്ടോ ഡ്രൈവർ അവിടെ ആ പ്രതിഷേധത്തിൽ പങ്കെടുക്കുന്ന ആൾ തന്നെ പറയുന്നത്. അപ്പോൾ അങ്ങനെയൊക്കെയുള്ള മർദ്ദനത്തിലേക്ക് പോകാനുള്ള സാഹചര്യം എന്തായിരുന്നു? എന്താണ് യഥാർത്ഥത്തിൽ ഉണ്ടായതെന്ന് അവിടെ? വിപിൻ സി വിജയനാണ് വിശദാംശങ്ങളുമായി മലപ്പുറത്തു നിന്നും തത്സമയം ചേരുന്നത്. ഇപ്പോൾ ദൃശ്യങ്ങളിൽ കാണാം, അവിടെ തടഞ്ഞു നിർത്തിയ സ്വകാര്യ ബസ്സിലെ ഡ്രൈവർമാരോടും ജീവനക്കാരോടും ഈ പ്രതിഷേധക്കാർ വാക്കേറ്റ് നടത്തുകയാണ്. ഒരു കാരണവശാലും സർവീസ് നടത്താൻ അനുവദിക്കില്ല എന്ന് പറയുകയുമാണ്. ഈ രീതിയിൽ സർവീസ് നടത്തേണ്ട കാര്യമില്ല. ഇന്നുണ്ടായ സംഭവം അത് ഈ മേഖലയിൽ ആദ്യമായിട്ടാണ് ഒരാളെ ഈ രീതിയിൽ മർദ്ദിക്കുക, മരിക്കുന്ന രീതിയിലേക്ക് അത്രയും ശക്തമായി മർദ്ദിക്കുക. അത് ഒരു കാരണവശാലും സംഭവിക്കാൻ പാടില്ലാത്തതായിരുന്നു. അങ്ങനെയെങ്കിൽ ഇതിനൊരു തീരുമാനം, അതിൻ്റെ കേസ്, അത്തരം നടപടികളൊക്കെ മുന്നോട്ട് പോകട്ടെ. തീരുമാനമുണ്ടായ ശേഷം മാത്രം മതി ഇനി സർവീസ് എന്നാണ് ഈ പ്രതിഷേധക്കാർ ഇപ്പോൾ പറഞ്ഞിരിക്കുന്നത്.